ഇന്ന് നമ്മൾ ഇ-കൊമേഴ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇലക്ട്രോണിക് കൊമേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലും കമ്പ്യൂട്ടറിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ലോകത്തെ മാനുഫാക്ചറിങ് ഇക്കണോമിയിൽ നിന്നും ഇൻഫർമേഷൻ എക്കണോമിയിലേക്ക് മാറ്റി. എന്നുവെച്ചാൽ മാനുഫാക്ചറിങ് ഇക്കണോമിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളതല്ല, ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇൻഫർമേഷൻ ഗ്ലോബൽ ഇക്കണോമിയുടെ ഒരു പവർ ഹൗസായിട്ട് മാറി. ഇൻ്റർനെറ്റും വേൾഡ് വൈഡ് വെബും ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് പ്രോസസ്സിനെ കൂടുതൽ ഈസിയാക്കി. ബിസിനസ് ട്രാൻസാക്ഷന് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു ഫാക്ടറാണ് ഇൻഫർമേഷൻ. ഇൻ്റർനാഷണൽ ഇ-കൊമേഴ്സ് ഫെസിലിറ്റീസ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനും ന്യൂ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്തു. എമേർജിംഗ് ഡയറക്ഷൻസ് ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന ടോപ്പിക്കാണ് ഇനി നോക്കാൻ പോകുന്നത്. അവിടെ പറഞ്ഞേക്കുന്നത് നമുക്കൊക്കെ ഇൻഫർമേഷൻ എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം. അപ്പം ഒരു ഇൻഫർമേഷൻ ഏജിലാണ് നമ്മൾ ജീവിക്കുന്നത്, അതായത് ഒരു ഇൻഫർമേഷൻ ഇറായിലാണ് നമ്മൾ ജീവിക്കുന്നത്. ബിസിനസ്സിൻ്റെ ഒരു വിജയം ഒരു പരിധിവരെ ഇൻഫർമേഷൻ എഫിഷ്യൻ്റായിട്ട് ഹാൻഡിൽ ചെയ്ത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതുകൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ എഫിഷ്യൻ്റായിട്ട് ഇൻഫർമേഷൻസ് എത്തിക്കണമെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഓരോ ഓർഗനൈസേഷനും ഉണ്ടായിരിക്കണം. അതാണ് ആ ഒരു സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ഇൻഫർമേഷൻ എന്താണെന്ന് നോക്കാം. ഇൻഫർമേഷൻ ഒരു വൈറ്റൽ ബിസിനസ് റിസോഴ്സാണ്. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് ഒരു ബിസിനസ്സിന് വിജയിക്കാനായിട്ട് പറ്റുന്നത്. ഇനി ഇ-കൊമേഴ്സിനെ കുറിച്ച് നോക്കാം. ഇ-കൊമേഴ്സ് അഥവാ ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറയുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിലൂടെ ബിസിനസ് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുകയും ബിസിനസ് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. അതായത് ബൈയിങ് ആൻഡ് സെല്ലിങ് ഇലക്ട്രോണിക്കലി നമ്മൾ നടത്തുന്നതിനെയാണ് ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറയുന്നത്. ട്രേഡിംഗ് പാർട്ട്നേഴ്സിന് ബിസിനസ് ട്രാൻസാക്ഷൻസും ഇൻഫർമേഷൻസും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാനും ഓട്ടോമേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഉപയോഗിച്ച് കഴിയുക. അതാണ് ഇ-കൊമേഴ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. പേപ്പർ ബേസ്ഡ് ട്രാൻസാക്ഷൻസ് എല്ലാം ഡിവൈസ് ബേസ്ഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബേസ്ഡ് ട്രാൻസാക്ഷൻസ് ആയിട്ട് മാറ്റുകയാണ് ഇലക്ട്രോണിക് കൊമേഴ്സിലൂടെ ചെയ്യുന്നത്. ഇ-കൊമേഴ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കസ്റ്റമേഴ്സിനുണ്ടായ ബെനിഫിറ്റ്സ്, പ്രോഡക്ട്സ് ആൻഡ് സർവീസിനെ കുറിച്ച് അവർക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടാൻ തുടങ്ങി. റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഗുഡ്സ് ആൻഡ് സർവീസ് അവൈലബിൾ ആകാൻ തുടങ്ങി. അതായത് ആളുകൾ കൂടുതലും ക്വാളിറ്റി ആണെങ്കിലും പ്രൈസ് ആണെങ്കിലും കമ്പയർ ചെയ്ത് മേടിക്കാനായിട്ട് തുടങ്ങി. അതാണ് കസ്റ്റമേഴ്സിനുണ്ടായ ബെനിഫിറ്റ്. ഇൻഫർമേഷൻസ് അവർക്ക് അവൈലബിൾ ആകാൻ തുടങ്ങി. ബിസിനസ്സിനുണ്ടായ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഗ്ലോബൽ മീഡിയമായിട്ട് വെബ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് കുറയുന്നു. മിഡിൽ മാനെ ഇവിടെ എലിമിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു കോസ്റ്റ് കുറയ്ക്കാനായിട്ട് ബിസിനസ്സിന് കഴിയുന്നു. പിന്നെ ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് മാർക്കറ്റിംഗ് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് കഴിയുന്നു. കോസ്റ്റ് കുറയ്ക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ബിസിനസ്സിനുണ്ടായ ബെനിഫിറ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻ്റർനെറ്റിനെ കുറിച്ചാണ്. ഇൻ്റർനെറ്റിന് പല ഡെഫിനിഷൻസ് ഉണ്ട്. ഗ്ലോബൽ നെറ്റ്വർക്ക് ആണെന്ന് പറയുന്നു, പിന്നെ ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേസ് ആണെന്ന് പറയുന്നു, നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നു, വേൾഡ് വൈഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നു. ഇങ്ങനെ പല ഡെഫിനിഷൻസും ഇൻ്റർനെറ്റിന് ഉണ്ട്. എന്നാൽ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഇൻ്റർ കണക്റ്റഡ് നെറ്റ്വർക്കിനെയാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. 1969 അമേരിക്കൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആർപാനെറ്റ് എന്ന് അറിയപ്പെടുന്ന നെറ്റ്വർക്കിലൂടെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഇൻ്റർനെറ്റ് എന്നൊരു ടെക്നോളജിയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. അപ്പം ആദ്യമേ ഉണ്ടായിരുന്നത് ആർപാനെറ്റ് ആയിരുന്നു. 1969 ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ആർപാനെറ്റ് എന്ന് പറയുന്ന നെറ്റ്വർക്ക് ആദ്യം ഉണ്ടായത്. അമേരിക്കൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ ഇതിനെ ഡാർപാനെറ്റ് എന്നും വിളിച്ചിരുന്നു. അപ്പം ലോകത്തെ ആദ്യത്തെ വൈഡ് ഏരിയ നെറ്റ്വർക്കായിട്ടാണ് ആർപാനെറ്റിനെ കണക്കാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തതാണെങ്കിലും പിന്നെ അത് ഇന്ന് നമ്മൾ കാണുന്ന ഇൻ്റർനെറ്റിൻ്റെ രീതിയിലോട്ട് എത്താനായിട്ട് കാരണമായി. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ, അതായത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ.
ഒരു നെറ്റ്വർക്കിൽ 2 ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ആ ഡിവൈസുകൾ ഏത് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഒരു നിയമത്തിനെയാണ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ആർപ്പാനെറ്റിൽ നെറ്റ്വർക്ക് കൺട്രോൾ പ്രോഗ്രാമായിരുന്നു. പിന്നീട് അത് TCP/IP എന്ന പ്രോട്ടോക്കോളിലേക്ക് മാറി. ഇനി ആർപ്പാനെറ്റിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്, മിൽനെറ്റ് എന്നും ആർപ്പാനെറ്റ് എന്നും. മിൽനെറ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന നെറ്റ്വർക്കായിരുന്നു ആർപ്പാനെറ്റ്. അത് പബ്ലിക്കിലേക്കും കൂടി ഉപയോഗിക്കേണ്ടി വന്നപ്പോഴത്തേന് 2ആയിട്ട് ഈ ആർപ്പാനെറ്റിനെ തിരിച്ചു, മിൽനെറ്റ് എന്നും ആർപ്പാനെറ്റ് എന്നും. മിൽനെറ്റ് എന്ന് പറഞ്ഞാൽ മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ടും ആർപ്പാനെറ്റ് മറ്റ് പബ്ലിക് പർപ്പസിന് വേണ്ടിയിട്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഒരു 1986 ഒക്കെ ആയപ്പം NSF നെറ്റ് എന്ന് പറയുന്ന നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്തു. പിന്നെ ഒരു 1980 ഒക്കെ അവസാനമായപ്പോഴത്തേന് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് വന്നു. ഇന്ന് നമുക്ക് പലതരത്തിലുള്ള ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ജിയോ ഉണ്ട്, വോഡാഫോൺ ഉണ്ട്, BSNL ഉണ്ട്, അങ്ങനെ പല സർവീസ് പ്രൊവൈഡേഴ്സ് വന്നു. പിന്നീടാണ് വേൾഡ് വൈഡ് വെബ് വന്നത്. 1989 അല്ലെങ്കിൽ 89 അല്ലെങ്കിൽ 90യുടെ സമയങ്ങളിലാണ് വേൾഡ് വൈഡ് വെബ് വന്നത്. വെബ് ബ്രൗസേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ ലോകത്തെ ആദ്യത്തെ വെബ് ബ്രൗസർ വേൾഡ് വൈഡ് വെബായിരുന്നു. ഇന്ന് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ പല സേവനങ്ങൾ കിട്ടുന്നുണ്ട്. ഇമെയിലായിട്ടാണെങ്കിലും ഗവേണൻസിൻ്റെ രൂപത്തിലാണെങ്കിലും സോഷ്യൽ മീഡിയയുടെ രൂപത്തിലാണെങ്കിലും ലേണിങ്ങിൻ്റെ രൂപത്തിലൊക്കെ നമുക്ക് പല ഇൻ്റർനെറ്റ് സർവീസ് ലഭിക്കുന്നുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വേൾഡ് വൈഡ് വെബിനെ കുറിച്ചാണ്. വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് വെബ്സൈറ്റുകളുടെയും വെബ് പേജുകളുടെയും ഒക്കെ ഒരു കളക്ഷനെയാണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. വെബ് സെർവറുകളിൽ ആണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആളുകൾക്കും ഇതിലെ ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാനായിട്ട് കഴിയും. ഇനിയും ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ചിനെ കുറിച്ച് EDIയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ട്രേഡിംഗ് പാർട്ട്നേഴ്സ് അവരുടെ ബിസിനസ് ഡോക്യുമെൻറ്റ്സ് ഇലക്ട്രോണിക് ഫോമിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് EDI എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, X എന്ന് പറഞ്ഞൊരു കമ്പനി Y എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഒരു പർച്ചേസ് ഓർഡർ നടത്തി. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് സാധാരണ രീതിയിലാണെങ്കിൽ പേപ്പർ ഡോക്യുമെൻറ്റ്സ് ആക്കി ആണ് അയക്കുന്നത്. പക്ഷേ EDIയിൽ വരുമ്പോഴത്തേന് ആ പർച്ചേസ് ഓർഡർ പേപ്പർ ഡോക്യുമെൻറ്റ്സ് ആക്കി അയക്കുന്നതിന് പകരം ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റ്സ് ആക്കി സെൻഡ് ചെയ്യുന്നു. ഇത് കോസ്റ്റ് കുറയ്ക്കുന്നു, അതുപോലെ തന്നെ ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ കഴിയുന്നു. ഇതൊക്കെയാണ് അത് EDI കൊണ്ടുള്ള ഗുണം. ഇതൊരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ ആയിരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പം 2 പാർട്ട്നേഴ്സും അതായത് 2 ട്രേഡിംഗ് പാർട്ട്നേഴ്സും ഒരു കോമൺ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ച് വേണം EDI ട്രാൻസാക്ഷൻസ് നടത്താൻ. അതായത് ബിസിനസ് പാർട്ട്നേഴ്സ് അവരുടെ ട്രേഡിംഗ് ഡോക്യുമെൻറ്റ്സ് മാനുവലായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് പകരം സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ സഹായത്തോടെ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ഈ ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് EDI എന്ന് പറയുന്നത്. ബെനിഫിറ്റ്സ് ഓഫ് EDI എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത് അവോയ്ഡ്സ് ടൈം ഡിലേയ്സ്. ഇപ്പം പേപ്പർ ഡോക്യുമെൻറ്റ്സിനെക്കാട്ടിലും വേഗത്തിൽ ഡെലിവർ ചെയ്യാനായിട്ട് കഴിയുന്നത് EDIയിൽ കൂടാണ്, ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ചിൽ കൂടിയാണ് പേപ്പർ ഡോക്യുമെൻറ്റ്സിനെക്കാട്ടിലും വേഗത്തിൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഡെലിവർ ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തേത് ലോ ലേബർ കോസ്റ്റ്. പേപ്പർ സിസ്റ്റത്തിലാണെങ്കിൽ ഡോക്യുമെൻ്റ് സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ സോർട്ട് ചെയ്യാനും സ്റ്റാമ്പ് ചെയ്യാനും ഒക്കെ പ്രത്യേകം സ്റ്റാഫ് വേണം. ഇവിടെ ഇലക്ട്രോണിക്കലി അത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലേബർ കോസ്റ്റ് കുറവായിരിക്കും. മൂന്നാമത്തെ പോയിൻറ്റ്, ഇംപ്രൂവ്സ് കസ്റ്റമർ സർവീസ്. കംപ്ലയിൻറ്റ്സ് ആണെങ്കിലും റിക്വസ്റ്റ് ആണെങ്കിലും എല്ലാം റിയൽ ടൈമിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് EDIയിൽ കൂടെ കഴിയുന്നുണ്ട്. അതാണ് EDIയുടെ 3 ബെനിഫിറ്റ്സ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വാല്യൂ ആഡഡ് നെറ്റ്വർക്കിനെ കുറിച്ചാണ്. വാല്യൂ ആഡഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഹോസ്റ്റഡ് സർവീസാണ്. കൗണ്ടർ പാർട്ടീസിന് സെക്യൂർ ആയിട്ട് ഡാറ്റ ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ ഡാറ്റാസ് സെൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന സർവീസിനെയാണ് വാല്യൂ ആഡഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻ്റർനെറ്റ് പല സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ടുള്ളത് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുക, ടെലി വർക്കിങ്ങിന് സഹായിക്കുക, ബിസിനസ് ട്രാൻസാക്ഷൻസ്, ഇതൊക്കെയാണ് ഇൻ്റർനെറ്റിൻ്റെ കോമൺ ആയിട്ടുള്ള സർവീസ്.
ഇനി വേറെ കുറച്ച് സർവീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇമെയിൽ സർവീസ് എന്ന് പറയുമ്പം ട്രഡീഷണൽ മെയിലിനെക്കാട്ടിലും വേഗത്തിൽ ചീപ്പർ റേറ്റിൽ മെസ്സേജസ് സെൻഡ് ചെയ്യാനായിട്ട് ഇമെയിലിലൂടെ കഴിയുന്നുണ്ട്. ഇലക്ട്രോണിക് പോസ്റ്റ് ഓഫീസ് എന്നാണ് ഇമെയിലിനെ അറിയപ്പെടുന്നത്. റേ ടോംലിൻസൺ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ് ഇമെയിൽ എന്ന് പറയുന്ന ഒരു സർവീസ് ഇൻവെൻറ്റ് ചെയ്തത്. ഇമെയിലിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്, ഈസിയാണ്, ഫാസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇൻഎക്സ്പെൻസീവാണ്, ഗ്ലോബൽ റീച്ച് ഉണ്ട്, 24/7 ഇതിൻ്റെ സർവീസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ കോപ്പീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് ഫോർവേഡ് ചെയ്യാനും ഒക്കെ കഴിയും. ഇതൊക്കെയാണ് ഇമെയിലിൻ്റെ കോമൺ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. ഇനി അടുത്തത് FTP കുറിച്ചാണ് പറയുന്നത്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇൻ്റർനെറ്റിലൂടെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് ഫയൽ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോളിനെയാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഗോഫർ. ഇതൊരു ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളാണ്. ഇൻ്റർനെറ്റിലൂടെ നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും സെർച്ച് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന പ്രോട്ടോക്കോളിനെയാണ് ഗോഫർ എന്ന് പറയുന്നത്. അതായത് ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, സെർച്ച് ചെയ്യാൻ പറ്റും ഇൻ്റർനെറ്റിലൂടെ. അതിനു വേണ്ടിയിട്ടുള്ളൊരു ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളാണ് ഗോഫർ. അടുത്തതാണ് ടെൽനെറ്റ്. ടെൽനെറ്റ് എന്ന് പറയുന്നത് റിമോട്ട് ആക്സസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ് ടെൽനെറ്റ്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ടെർമിനൽ ഇപ്പം കുറച്ച് ഡിസ്റ്റൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ, ഇച്ചിരി ദൂരെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ വേറെ ലൊക്കേഷനിലാണെങ്കിലും റിമോട്ടായിട്ട് നമുക്കതിനെ കോൺഫിഗർ ചെയ്യാൻ പറ്റുന്നതിനെയാണ് ടെൽനെറ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇ-കൊമേഴ്സിനെ കുറിച്ചും ഇൻ്റർനെറ്റിനെ കുറിച്ചും അവയുടെ സേവനങ്ങളെക്കുറിച്ചും നമ്മൾ വിശദമായി പഠിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് കൂടി ഈ വീഡിയോ എത്തിക്കുക. താങ്ക്